എട്ടാം ക്ലാസ്സിലെ പ്രിയ വിദ്യാർത്ഥികൾക്ക് പൽത്തേ റിശ്തേ എന്ന രണ്ടാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. ഈ യൂണിറ്റിൽ ആദ്യം ഹാച്ചിക്ക് കഹാനി ഒരു കഹാനിയാണുള്ളത്. അത് ഗീതിർ ചതുർവേദിയാണ് എഴുതിയത്. നമുക്ക് പാഠഭാഗത്തിലെ ആശയം മനസ്സിലാക്കാം. 1923 का समय വർഷം 1923 जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूनो को एक कुत्ते का एक पिल्ला मिलता है. ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിലെ തെരുവുകളിലൂടെ നടക്കുന്ന പ്രൊഫസർ യുനോയ്ക്ക് ഒരു പട്ടിക്കുട്ടിയെ കിട്ടുന്നു. അഗീത നസ്ൽ കാ ഏക് ഷാൻദാർ പില്ല, അക്കീറ്റ ഇനത്തിൽപ്പെട്ട ഒരു സുന്ദരിയായ നായ്ക്കുട്ടി. ജിസ്കെ ഗലേമേം പട്ടാ ബാന്ത, അതിൻ്റെ കഴുത്തിൽ ഒരു കോളർ ഉണ്ടായിരുന്നു. ഊപ്പർ ലിഖാ ഹേ ഹേ ഹാച്ചി, അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഹാച്ചി. ജാപ്പാനി ഭാഷാമേയും ഹാച്ചിക്ക അർത്ഥ ഹോത്താ ഹെ ആട്ട്, ജാപ്പാൻ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം 8 എന്നാണ്. വഹ് അങ്ക് ജിസെ പൂരെ ജാപ്പാൻ ബഹുത്ത് ഭാഗ്യശാലി മാൻതാ ഹെ, ഈ സംഖ്യ ജാപ്പാൻ മുഴുവൻ ഭാഗ്യമായി കരുതപ്പെടുന്നു. ലേക്കിൻ പില്ല ഐസി മസ്ബൂർ ഹാലത്തുമേം ധാക്കി ലഗെ, എന്നാൽ നായ്ക്കുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഭാഗ്യക്ക മാരാഹെ, അതിനിർഭാഗ്യകരമായി തോന്നിയിരുന്നു. പ്രൊഫസറിനെ തൈ കിയാ ഹെ കി മൈ ഇസ് കുത്തേക്ക മാലിക്കോ ഖോജൂങ്ക, ഈ നായുടെ ഉടമസ്ഥയെ അന്വേഷിക്കുമെന്ന് പ്രൊഫസർ തീരുമാനിച്ചു. ജബ് തക്ക് വഹു നഹി മിലേഗ വഹു മേരെ സാത്ത് ഹി രഹേഗ, അത് കണ്ടെത്തുന്നതുവരെ അത് തന്നോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം തീരുമാനിച്ചു. ഉസ്കെ സാത്ത് ലേക്കർ വഹു റോസ് ഉസ്കെ മാലിക്കോ ഖോജിനെ നികൽത്തെ ലേക്കിൻ വഹു കഹി നഹി മില, അതിനോടൊപ്പം അതിനെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ ഉടമയെ അന്വേഷിക്കുവാൻ എല്ലാ ദിവസവും അദ്ദേഹം പുറത്തു പോകുമായിരുന്നു. പക്ഷേ അവനെ ഒരിടത്തും കണ്ടെത്താനായില്ല. रोज़ के साथ संग साथ के कारण दोनों में ऐसा लगावा बन गया कि ഹാച്ചി അബ് ഉനീം കോ അപ്പന മാലിക് മാനിനെ ലഗ, ദൈനംദിന കൂട്ടുകെട്ട് കാരണം ഇരുവരും വളരെ അടുപ്പത്തിലായി. ഹാച്ചി ഇപ്പോൾ അദ്ദേഹത്തെ തൻ്റെ യജമാനായി കണക്കാക്കാൻ തുടങ്ങി. പ്രൊഫസർ കി പത്നിക്കോ ശുരുമേ ഹാച്ചി പസന്ത് നഹീം ആയ, പ്രൊഫസറുടെ ഭാര്യയ്ക്ക് ആദ്യം ഹാച്ചിയെ ഇഷ്ടപ്പെട്ടില്ല. ലേക്കിൻ उसकी सुंदरता और प्रोफेसर की प्रति उसके स्नेह ने उनका दिल पिघल दिया, എന്നാൽ പക്ഷേ അതിൻ്റെ സൗന്ദര്യവും പ്രൊഫസറോടുള്ള വാത്സല്യവും അവരുടെ ഹൃദയത്തെ അലിയിച്ചു. സമയം ബീത്ത് ഗയ, കാലം കടന്നുപോയി. ഉൻ ദോനോം കി ദോസ്തി ഗഹരി ഹോത്തി ഗയി, ഇരുവരുടെയും സൗഹൃദം കൂടുതൽ ആഴത്തിലായി. प्रोफेसर सुबह ट्रेन पकड़कर दफ्तर जाते और शाम को लौटकर ഹാച്ചി के साथ खेलते. പ്രൊഫസർ രാവിലെ ട്രെയിനിൽ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം തിരിച്ചെത്തിയ ശേഷം ഹാച്ചിയോടൊപ്പം കളിക്കുന്നു. एक सुबह ഹാച്ചി भी प्रोफेसर के पीछे पीछे चलता हुआ സ്റ്റേഷൻ പहुंचा. ഒരു ദിവസം രാവിലെ ഹാച്ചിയും പ്രൊഫസറുടെ പിന്നാലെ നടന്ന് സ്റ്റേഷനിൽ എത്തുന്നു. ഉൻകു ബഹുത്ത് അജീബ് ലഹ, അദ്ദേഹത്തിന് അത് വളരെ വിചിത്രമായി തോന്നി. ഉനോംനെ സമച്ചാന ചാഹ ലേക്കിൻ ഹാച്ചി ഗർ ലൗട്ട്നെ കോ രാസി നഹിം ഥ, അദ്ദേഹം അതിനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹാച്ചി വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. ആഖിർ അവസാനം പ്രൊഫസർ ഖുദ് ഉസേ ഘർ തക്ക് ചോഡ്കർ ആയേ ഔർ ദഫ്തർ ദേർ സേ ഗേ, ഒടുവിൽ അതിനെ അവൻ വീട്ടിലെത്തിച്ചു. വൈകി ഓഫീസിലേക്ക് പോയി. शाम को गांव से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा था. സ്റ്റേഷൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ട്രെയിൻ ഇറങ്ങി തിരിച്ചെത്തിയ ശേഷം ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷൻ്റെ ഗേറ്റിന് പുറത്തേക്ക് വരുമ്പോൾ ഹാച്ചി പുറത്ത് റോഡിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നതായി കണ്ടു. വഹ് ഉൻകെ സാത്ത് പൈദൽ ഗർ ലൗട്ട, അദ്ദേഹത്തോടൊപ്പം കാൽനടയായിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഫിർ തോ വഹ് റോസ് കാ സിൽസില ബൻ ഗയ, പിന്നീട് അത് ദിനചര്യയുടെ ഭാഗമായി മാറി. ഹർ സുബഹ് ഹാച്ചി പ്രൊഫസർ കോ ചോഡ്നെ സ്റ്റേഷൻ തക്ക് ജാത്ത, എല്ലാ ദിവസവും രാവിലെ ഹാച്ചി പ്രൊഫസറെ സ്റ്റേഷനിൽ എത്തിക്കുമായിരുന്നു. ഔർ ഷാം കോ ഉൻകെ ആനെ സെ പഹലെ ഹി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ് കർ ഉൻകാ ഇന്തസാർ കർനെ ലഗ്ത,
വൈകുന്നേരം പ്രൊഫസർ എത്തുന്നതിന് മുന്നേ സ്റ്റേഷന് വെളിയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുമായിരുന്നു. ബാഹർ ബൈഠ്കർ ഉൻകാ ഇന്തസാർ കർനെ ലഗ്താ. ഫിർ സാത്ത് സാത്ത് ഘർ ജാത്ത. പിന്നീട് അവർ ഒരുമിച്ച് വീട്ടിലേക്ക് ഉജ്ജലത്തെ പുൽത്തെ തുള്ളിച്ചാടി മടങ്ങുമായിരുന്നു. ഏക് ഷാം ഒരു വൈകുന്നേരം ഹാജി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഇന്തസാർ കരഹാ ഥാ. ഹാജി സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. ബഹുത്ത് ദേർ ഹോ ഗയി. നേരം വളരെ വൈകി. ലേക്കിൻ പ്രൊഫസർ ലൗട്ട്കർ നഹീം ആയേ. പക്ഷേ പ്രൊഫസർ മടങ്ങിയെത്തിയില്ല. രാത്ത് ഹോ ഗയി. രാത്രിയായി കഴിഞ്ഞു. ബർഫ് ഗിർനേലേക്ക്. മഞ്ഞ് വീഴാൻ തുടങ്ങി. पर न तो प्रोफेसर आए. प्रोफेसर എത്തിയില്ല. നഹി ഹാച്ചി ഉസ് ജഗഹ് സെ ഹില. ഹാച്ചി ആ സ്ഥാനത്ത് നിന്നും അനങ്ങിയതുമില്ല. ദർ അസൽ വാസ്തവത്തിൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേം പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ ഥ. വാസ്തവത്തിൽ അന്ന് ഉച്ചയ്ക്ക് പ്രൊഫസർ ഓഫീസിൽ വെച്ച് മരിച്ചിരുന്നു. അബ് ഉനേം കഭി നഹി ലൗട്ടേഗ. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇനി തിരിച്ചു വരികയില്ല. ലേക്കിൻ ഹാച്ചിക്കോ യഹ് ബാത്ത് കൈസേ പതാ ചല. ഹാച്ചിക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഉസേ തോ ബസ് ഇത്തനാ സമജ് ആയാ കി ഉസ്കാ ദോസ്ത് ഇസ് ജഗഹ് ട്രെയിൻ സെ ഉതർക്കർ ഹർ റോസ് ഉസ്കെ പാസ് ലൗട്ട് ആത്താ ഥാ. ആജ് നഹിം ലൗട്ടാ ഹെ. അതിനു മനസ്സിലായത് ഇതാണ്: അവൻ്റെ സുഹൃത്ത് ഈ സ്ഥലത്ത് ട്രെയിനിൽ നിന്നിറങ്ങി എല്ലാ ദിവസവും അവൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇന്നും അവൻ ഇന്ന് ഹർ റോസ് ഉസ്കെ പാസ് ലൗട്ടാത്താ ഥാ. ആജ് നഹി ലൗട്ടാ ഹെ. ഇന്ന് എന്ത് ചെയ്യില്ല, മടങ്ങിയെത്തിയിട്ടില്ല. ഹോ സക്താ ഹെ തോടി ദേർ ബാദ് ആ ജായേ. കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. देर रात प्रोफेसर के परिजन उसे जबरन घर लाए. രാത്രി വൈകി പ്രൊഫസറുടെ കുടുംബം അതിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലേക്കിൻ അഗലി സുബഹ് അടുത്ത പ്രഭാതത്തിലും പിറ്റേന്ന് രാവിലെയും ഹാച്ചി ഫിർ ഉസ് ജഹ് ആക്കർ ബൈഠ് ഗയ. ആ സ്ഥലത്ത് വന്ന് ഇരുന്നു. ഉസെ വിശ്വാസ് താ കി സ്റ്റേഷൻ കെ ഉസ് ദർവാസെ സെ നികൽ കർ ആയേങ്കെ. പ്രൊഫസർ എല്ലാ ദിവസത്തെയും പോലെ സ്റ്റേഷൻ്റെ ആ വാതിലൂടെ പുറത്തേക്ക് വരുമെന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നു. ഉസ്സെ പ്യാർ കരേങ്കെ ഔർ ഫിർ വേ ദോനോം ഖേൽത്തെ ടഹൽത്തെ ഘർ ലൗട്ടേങ്കെ. അവനിൽ നിന്ന് സ്നേഹം കിട്ടുമെന്നും പിന്നീട് അവർ ഇരുവരും കളിച്ചു തുള്ളിച്ചാടി വീട്ടിലേക്ക് മടങ്ങും. വഹ് रोज सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात घर लौट जाता. അവൻ എന്നും രാവിലെ സ്റ്റേഷന് വെളിയിൽ ഇതേ സ്ഥലത്ത് ഇരിക്കുമായിരുന്നു. രാത്രി വൈകി വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. കുച്ച് സമയ ബാദ് പ്രൊഫസർ की पत्नी ने मकान बेच दिया और दूसरे शहर चली गई. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊഫസറുടെ ഭാര്യ വീട് വിറ്റ് മറ്റൊരു നഗരത്തിലേക്ക് പോയി. അപ്പനെ സാത്ത് ഹാച്ചിക്കോ ഭി ലേത്തി ഥി. അവൾ ഹാച്ചിയെയും കൂടെ കൂട്ടി. ലേക്കിൻ ഹാച്ചി വഹാം സെ ഭാഗ് ഗയ. എന്നാൽ ഹാച്ചി അവിടെ നിന്ന് ഓടിപ്പോയി. സ്റ്റേഷൻ കെ ബാഹർ ടീക്ക് ഉസി ജഗഹ് पर बैठकर फिर से इंतजार करने लगा. സ്റ്റേഷന് പുറത്ത് അതേ സ്ഥലത്ത് കാത്തിരിക്കുവാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസേ പഹച്ചാൻതേ ഥേ. സ്റ്റേഷന് പുറത്തു ചുറ്റുമുള്ള ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. വേ ലോഗ് ഹാച്ചിക്കോ ഖാനാ ഖിലദേ. അവർ ഹാച്ചിക്ക് ആഹാരം കൊടുത്തു. വഹ് ദിൻ ഭർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ. അവൻ ദിവസം മുഴുവൻ സ്റ്റേഷൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ട്രെയിൻ ആത്തി. ട്രെയിൻ വരുമ്പോൾ തോ ഉജക് കർ അപ്പനെ പ്രൊഫസർക്കോ കോജിത്ത രഹ. അവൻ തുള്ളിച്ചാടി പ്രൊഫസറെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. രാത്ത് ഹോത്തി. രാത്രിയിൽ സിർ ചുക്കാക്കർ. തല കുനിച്ച്. വഹ് ഗാർഡ് മേം സോനെ ചലാ ജാത്തെ. അവൻ ഗാർഡിൽ ഉറങ്ങാൻ പോകുന്നു. ഏക് സാൽ, 2 സാൽ, 3 സാൽ. 1 വർഷം, 2 വർഷം, 3 വർഷം. പൂരെ 9 സാൽ. 9 വർഷം മുഴുവനും. ഔർ 9 മഹീനെ തക്. 9 മാസം വരെയും. ഹാച്ചി ടീക്ക് ഉസി ജഗഹ്. ഹാച്ചി അതേ സ്ഥലത്ത് ബൈഠ് ഇരുന്ന് അപ്പനി പ്രൊഫസർ കാ ഇന്തസാർ കർത്താ രഹ. തൻ്റെ പ്രൊഫസറെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ജിസെ ഏക് സുബഹ് ഉസ്നെ ട്രെയിൻ മേം ബിഡാക്കർ ബിദാ ദിയാ ഥ. ഒരു ദിവസം രാവിലെ അവൻ ട്രെയിനിലിരുന്ന് വിടവാങ്ങിയിരുന്നു. ലേക്കിൻ ജോ ഫിർ കഭി ലൗട്ട്കർ നഹീം ആയേഗ. എന്നാൽ അദ്ദേഹം ഒരിക്കലും മടങ്ങിയെത്തിയില്ല. സർദി
തണുപ്പും ശൈത്യവും ഗർമി വേനലും ബർസാത്ത് മഴക്കാലങ്ങളും ബർഫ് മഞ്ഞുകാലങ്ങളിലും ഹാച്ചിക്കോ ഇൻ സബ്സെ കൊയ് ഭർക്ക് നഹിംബട ഇതൊന്നും അവനൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. ബീച്ചുമീം കഭി ഇടയ്ക്ക് ചിലപ്പോൾ കിസി ബറസ് പ്രൊഫസർ की पत्नी अपने पति की कब्र पर फूल ചടാനെ ആ ജാത്തി. അപ്പോൾ എന്ത് ചെയ്യും, ഏതോ ഒരു വർഷം പ്രൊഫസറുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിക്കാൻ വരുന്നു. തബ് വഹ് ഹാച്ചിക്ക് സാത്ത് ഹാച്ചിയോടൊപ്പം സടക്കുപ്പർ ബൈഠ്കർ രോത്തി രഹത്തി ഹാച്ചിയോടൊപ്പം തറയിലിരുന്ന് കരയുന്നു. ഷായത് വഹ് ഉസ് മൂഹ് ജാൻവർ കെ പ്രേം ഒരുപക്ഷെ ആ മിണ്ടാപ്രാണിയുടെ സ്നേഹവും അർപ്പണവും അല്ലെങ്കിൽ പ്രതീക്ഷകളും പ്രതീക്ഷാപ്പർ എന്ത് ചെയ്യുന്ന അജരജ് ഹർത്തി അത്ഭുതം തോന്നുന്നു. സമീക്കെ സാത്ത് ഹാച്ചി ബുട്ടാ ഹോഗയ കാലക്രമേണ ഹാച്ചി വൃദ്ധയായി. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹിം ചോട എന്നാൽ അവൻ കാത്തിരിപ്പ് ഉപേക്ഷിച്ചില്ല. 1935 में उसी जगह ആ സ്ഥലത്ത് ബൈഠെ ബൈഠെ ഉസ്നെ ദം തോട് ദിയ അത് മരിച്ചു. ഉസ് സമയം ആ സമയത്ത് ബർഫ് ഗിർ രഹി ഥി മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചി കി ഖുലി ആങ്കോം കോ ജൈസെ അബു ഭീം ഇന്തസാർ രഹാധ മരിച്ചുപോയ ഹാച്ചിയുടെ തുറന്ന കണ്ണുകളും ജൈസെ അബു ഭീ ഇന്തസാർ ഇന്നും കാത്തിരിക്കുന്നത് പോലെ തോന്നിയിരുന്നു.